നേരെ പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അലീന മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതേ സമയത്ത് ബാലചന്ദ്രൻ ഉറക്കമുണർന്ന് വന്ന് സിറ്റൗട്ടിലിരുന്നു. ന്യൂസ് പേപ്പർ കയ്യിലുണ്ട്. അച്ഛനെ കണ്ടപാടെ അലീന നിവർന്നു നിന്ന് ചോദിച്ചു, അച്ഛനിന്ന് നടക്കാനൊന്നും പോയില്ല അല്ലേ? ഇല്ല മോളെ. അച്ഛനെ നടക്കാൻ പോകാൻ എണീറ്റ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അച്ഛനെ ആകെ മടിയായി. അപ്പം അലീന ബാലചന്ദ്രനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും ഈയിടെയായിട്ട് അച്ഛന് നല്ല മടിയുണ്ട്. ഇനി ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറെ കയ്യിൽ നിന്ന് കേൾക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഡ്യൂട്ടി തുടർന്നു. ബാലചന്ദ്രൻ ന്യൂസ് പേപ്പറിലേക്ക് കണ്ണ് നട്ട് നോക്കിയിരിക്കുകയായിരുന്നു. പുറത്ത് ഗേറ്റിൽ നിന്നും ഹോണടി ശബ്ദം കേട്ട് ബാലചന്ദ്രൻ നോക്കിയപ്പോൾ പോലീസ് ജീപ്പായിരുന്നു. അലീന ബാലചന്ദ്രനെ നോക്കി. എന്താ ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പ് എന്നായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം. ബാലചന്ദ്രൻ അവളോടായി പറഞ്ഞു, മോള് പോയി ഗേറ്റ് തുറന്നു കൊടുക്ക്. ആരാണെന്ന് നോക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ രമേശായിരിക്കും. അവൻ ഈ വഴി പോകുമ്പോൾ കയറാറുള്ളതാണല്ലോ, അങ്ങനെ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് അലീന ആ ചൂൽ അവിടെ ഇട്ടുകൊണ്ട് ഗേറ്റിലേക്ക് നടന്നു. അവൾ ആ ഗേറ്റ് തുറന്നതും അവൾ മാറാൻ പോലും സമയം കൊടുക്കാതെ ഗേറ്റിന് ഉള്ളിലേക്ക് ആ പോലീസ് ജീപ്പ് പാഞ്ഞു കയറി. അലീന പെട്ടെന്നായിപ്പോയി. അങ്ങനെ കയറി വരുമെന്ന് അലീന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു പോലീസ് വാനും കൂടി ഉണ്ടായിരുന്നു. ആദ്യം വന്ന പോലീസ് ജീപ്പിൽ നിന്നും പുറത്തിറങ്ങിയത് ബാലചന്ദ്രൻ്റെ ആ കൂട്ടുകാരൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ സൗഹൃദഭാവമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ബാലചന്ദ്രൻ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ആ, നീ തന്നെ ആയിരുന്നുല്ലേ. വായു കയറ്. എന്താ എല്ലാവരും കൂടി? ബാലചന്ദ്രൻ, നിങ്ങളുടെ മകനുണ്ടോ ഇവിടെ? രോഹിത്. ആ ഉണ്ടല്ലോ, ഇവിടെയുണ്ട്. ഉറക്കമുണർന്നിട്ടില്ല. എന്തായിരുന്നു കാര്യം? നിങ്ങൾ അവനെ ഇങ്ങോട്ട് വിളിക്കേ എന്ന് പറയേ ബാലചന്ദ്രന് ആ ശബ്ദത്തിൽ എന്തോ ഒരു വ്യത്യാസം തോന്നി. ബാലചന്ദ്രൻ അകത്ത് നിന്ന് കൃഷ്ണയെ വിളിച്ചു. കൃഷ്ണേ, മോളെ, രോഹിത്തിനോട് ഇങ്ങോട്ട് വരാൻ പറ. കൃഷ്ണ അതേപോലെ തന്നെ വേഗം ചെന്ന് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. രോഹിത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വലിയ വാനിൽ നിന്നും 3 യുവാക്കളെ ആ SI പുറത്തേക്ക് ഇറക്കി. അതിലൊരാളെ കണ്ട് ബാലചന്ദ്രൻ പെട്ടെന്നൊന്ന് ഞെട്ടി. അലീനയും. ഇതെന്താ ഇത് ഹരിയല്ലേ? എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കേ കറക്റ്റ് സമയത്ത് തന്നെ ആയിരുന്നു രോഹിത്ത് വീടിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് വന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന രോഹിത്തിന് വല്ലാത്ത ഷോക്കാണ് തോന്നിയത്. രോഹിത്തിനൊന്നും പറയാതെയോ അനങ്ങാൻ പോലും കഴിയാതെ രോഹിത്ത് ഒരു മരം കണക്കെ ഇവരെ സ്തംഭിച്ചു നോക്കി നിന്നുപോയി. രോഹിത്തിനെ കണ്ട രമേശ് നമ്പ്യാർ അവരുടെ കോൺസ്റ്റബിളിനോടായി പറഞ്ഞു, പിടിച്ചിങ്ങോട്ട് കയറ്റവനെ. ഇത് കേട്ട പാടെ രോഹിത്തിന് ബോധം തിരിച്ചു വന്ന പോലെ രോഹിത്ത് അകത്തേക്ക് തിരിച്ചോടി. കൂട്ടത്തിൽ പിന്നാലെ പോലീസുകാരും. ഇതെല്ലാം ഒരു നാടകം എന്ന പോലെ അലീനയും ബാലചന്ദ്രനും നോക്കി നിന്നു. കൃഷ്ണമോള് കണ്ട് പേടിച്ച് അച്ഛനെ വന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. രോഹിത്തിന് പിന്നാലെ ഓടിയ കോൺസ്റ്റബിൾസ് രോഹിത്തിനെയും കൊണ്ടാണ് തിരിച്ചു വന്നത്. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് രമേശ് നമ്പ്യാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. രമേശ് അവനെ കോളറിന് പിടിച്ച് നിവർത്തി നിർത്തി. നിനക്കപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി അല്ലടാ എന്ന് ചോദിച്ച് മുഖത്തേക്ക് 1-2 അടി അടിച്ചതും രോഹിത്ത് താഴേക്ക് വീണു. ഇതെല്ലാം കണ്ട് അലീനയും ബാലചന്ദ്രനും എന്തെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം രമേശ് നമ്പ്യാർ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എന്തിനാടോ ഇങ്ങനെ ഒരേന്നിനെ വളർത്തി നാട്ടുകാരിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ബാലചന്ദ്രന് തിരിച്ച് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം വന്നത്. ബാലചന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി അതിക്രമിച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ ഒന്നും അറിയാതെ നിൽക്കുന്ന ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇവിടെ. ഞങ്ങളോടെങ്കിലും നിങ്ങൾക്ക് പറയാം എന്താണ് ഈ നടക്കുന്നതെന്ന്. അതിനുള്ളൊരു മര്യാദ നിങ്ങൾക്കുണ്ടല്ലോ. ഓ, മര്യാദ അതുണ്ട് ബാലചന്ദ്ര. അതുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും അവസാനിപ്പിച്ചത്. പിന്നെ അവനെ തല്ലിച്ചതച്ച കാരണം ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ബാക്കിയൊന്ന് ഇപ്പോൾ TV-യിൽ ലൈവായിട്ട് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിലൂടെ മനസ്സിലാക്കിയാലും മതി. നിങ്ങളുടെ മകനും ഈ നിൽക്കുന്ന 3 എണ്ണവും കൂടി ഇന്നലെ ഒന്നും അറിയാത്തൊരു പിഞ്ച് പെൺകുട്ടിയെ കാറിൽ പിടിച്ചുകൊണ്ടുപോയി ആളില്ലാത്തൊരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നല്ലൊരു ചാനൽ വെച്ച് നോക്കിയാൽ മതി. എല്ലാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്
രമേശ് നമ്പ്യാരുടെ ജീപ്പ് തിരിച്ചു. കൂടെ ആ വാനിലേക്ക് രോഹിത്തിനെയും അവർ തള്ളിക്കയറ്റി. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിനു മുന്നേ തന്നെ കൃഷ്ണമോളുടെ നിലവിളി കേട്ടാണ് അലീന സ്വബോധത്തിലേക്ക് വന്നത്. "അയ്യോ ചേച്ചി, ഓടി വായോ" എന്നായിരുന്നു കൃഷ്ണമോളുടെ ആ നിലവിളി. അലീന തിരിഞ്ഞു നോക്കിയപ്പോൾ വീഴാൻ പോകുന്ന ബാലചന്ദ്രനെ താങ്ങാൻ ശ്രമിക്കുകയായിരുന്നു കൃഷ്ണമോള്. അലീന കയ്യിലുണ്ടായിരുന്ന ചൂൽ അവിടെ ഇട്ട് ഓടിച്ചെന്നു. രണ്ടുപേരും കൂടി ബാലചന്ദ്രനെ താങ്ങി ഹാളിലെ സോഫയിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. വേഗം തന്നെ അലീന അച്ഛൻ്റെ റൂമിൽ പോയി ഒരു മെഡിസിൻ എടുത്തുകൊണ്ടന്ന് അച്ഛൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൾ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി അച്ഛനെ വന്നവരുടെ സഹായത്തോടു കൂടി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ബാലചന്ദ്രന് അപ്പോഴും ബോധം തെളിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണമോൾ ഇതെല്ലാം കണ്ട് പേടിച്ച് ഇടയ്ക്കിടയ്ക്ക് "അച്ഛ അച്ഛ എനിക്ക് അച്ഛ" എന്ന് പറഞ്ഞ് തട്ടുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പതിയെ മൂളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വാൻ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി. ബാലചന്ദ്രനെ ICUയിലേക്ക് കയറ്റി. കുറച്ച് സമയത്ത് ശേഷം ബാലചന്ദ്രനെ നോക്കുന്ന ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ അലീനയോട് പറഞ്ഞു, "ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട. എങ്കിലും ഇന്നത്തെ ദിവസം ICUയിൽ തന്നെ കിടക്കട്ടെ, നമുക്ക് നോക്കാം" എന്ന് പറഞ്ഞു. ഡോക്ടറുടെ ആ വാർത്ത താൽക്കാലിക ആശ്വാസം പോലെ അലീനയ്ക്ക് തോന്നി. അലീന പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലെ ലാൻഡ് ഫോണിൽ നിന്നും അലീന കോൾ ചെയ്തു ബബിതയോട് കാര്യം പറയാമെന്ന് വിചാരിച്ചു. ബബിതയെ വിളിച്ച പാടെ "ബബിത, എന്താടി? ഞാൻ നിന്നോട് അവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളും ഒന്നും അന്വേഷിച്ചില്ലല്ലോ. പിന്നെന്തിനാ നീ എന്നെ വിളിച്ചത്?" എന്നായിരുന്നു അവളുടെ മറുപടി. "അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ കൃഷ്ണമോളുണ്ട്. നീ ഇന്ന് ക്ലാസ്സിൽ പോണ്ട എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്" എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊന്നും കൂടി ദേഷ്യം കൂടി. "ഞാൻ പോണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയാണോ? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ടെന്ന്." "ബബിതേ, നീ കാര്യം പറയുന്നത് മനസ്സിലാക്ക്. നിനക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പുറത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പോലും നീ ആ ഡോറ് തുറക്കുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യരുത്. അത് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്." അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം അലീന ഡോക്ടറോട് അനുവാദം ചോദിച്ച് ബാലചന്ദ്രൻ കാണാനായി ICUയിലേക്ക് കയറി. ബാലചന്ദ്രൻ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അലീന പതിയെ വിളിച്ചു നോക്കി. അച്ഛൻ്റെ കട്ടിലിനരികിൽ കിടന്ന ചെയറിൽ അലീന ഇരുന്നു. അച്ഛൻ്റെ കൈ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു. അവൾ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ബോധം വന്ന ബാലചന്ദ്രൻ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവളോടായി പതിയെ ചോദിച്ചു, "ഇനി എന്തെല്ലാമാണ് അലീന ഞാൻ ഈ ഭൂമിയിൽ സഹിക്കാനുള്ളത്? എല്ലാം കൂടിയും താങ്ങാനുള്ള കെൽപ്പ് എനിക്കും എൻ്റെ ഈ ഹൃദയത്തിനും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ?" "ഇല്ല അച്ഛാ, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കരുത്. നമ്മൾ ഏതവസ്ഥയെയും തരണം ചെയ്തു പോകും. അച്ഛനൊന്നും ആലോചിച്ച് ഭയപ്പെടരുത്." "ഞാൻ എന്താലോചിച്ച് ഭയപ്പെടരുത് എന്നാണ് അലീന നീ പറയുന്നത്? എനിക്കിനി ഒന്നിനെക്കുറിച്ചും ഭയമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു മകൻ ഇനി എനിക്കില്ല. ആ ഒരു തീരുമാനം, അതുമാത്രം മതി എനിക്ക് ഒരു സമാധാനത്തോടു കൂടി ഒരുത്തിലിരിക്കാനും കിടക്കാനും." അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചു. "അച്ഛാ, അങ്ങനെ പറയരുത്. അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും നമ്മളല്ലേ. അച്ഛൻ അങ്ങനെ കാണണം." ബാലചന്ദ്രൻ ഒരു നെടുവീർപ്പോടു കൂടി ആലോചിച്ചു കിടന്നു. ഇനി എന്തെല്ലാമാണ് സഹിക്കേണ്ടത്? കുടുംബത്തിൻ്റെ ഭാവി, മക്കളുടെ ഭാവി എല്ലാം നശിച്ചില്ലേ? താൻ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ അഭിമാനം എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് അവൻ ഇല്ലാതാക്കിയത്. ഇതേ സമയം അലീന അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അച്ഛൻ ഒരേന്ന് ആലോചിച്ച് അച്ഛൻ്റെ വയ്യായകളൊന്നും കൂട്ടരുത്. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛനൊന്നും ആലോചിക്കണ്ട. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഗോവർദ്ധൻ അങ്കിളിനെ ഇങ്ങോട്ട് വിടാം." അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, "ഗോവർദ്ധൻ്റെ കയ്യിൽ എൻ്റെ ഫോണും കൂടി ഒന്ന് കൊടുത്തു വിടണം മോളെ. എനിക്ക് വക്കീലിനെയൊക്കെ ഒന്ന് വിളിക്കേണ്ടതാണ്" എന്ന് പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, "അച്ഛന് ഒരു ഫോണും വേണ്ട. അച്ഛൻ ന്യൂസ് പേപ്പർ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഗോവർദ്ധൻ അങ്കിളിനെ ഞാൻ വിളിച്ചോളാം. വക്കീലിനോടും ഞാൻ സംസാരിച്ചോളാം. അച്ഛൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം മതി." "സമാധാനം അത് അച്ഛന് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലമായില്ലേ മോളെ. അതിന് തിരിച്ചു വരുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല" എന്ന് പറഞ്ഞപ്പോൾ അലീന, "പ്രതീക്ഷകളൊന്നും കൈവിടരുത് അച്ഛാ. അച്ഛൻ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ മുന്നോട്ട് നയിക്കുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ടാ. എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ" എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി.
വീട്ടിലെത്തിയ അലീന പെട്ടെന്ന് തന്നെ ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്കിൾ ഇപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, അച്ഛനെ ഒരു സമാധാനമായിട്ട് അങ്കിൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഇതേ സമയം അവൾ കോൾ കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഫോൺ വീണ്ടും റിങ് ചെയ്യാണ്. അപ്പോൾ അലീന തന്നെ കോൾ എടുക്കുമ്പോൾ അത് കമലയായിരുന്നു. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നീ അല്ലാതെ അവിടെ ഫോൺ എടുക്കാൻ വേറെ ആരും ഇല്ലേടി എന്ന് ചോദിക്കുമ്പോൾ, മാഡത്തിന് എന്താ വേണ്ടത്, മാഡത്തിന് ആരെയാണ് വേണ്ടത്, ബാലചന്ദ്രൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്, അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലോ എന്ന് പറഞ്ഞ് കമല കോൾ കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ കമല ബാലചന്ദ്രൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, അതാ കമലാൻ്റി ആയിരിക്കും, മോളൊന്ന് ഫോൺ എടുത്തിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കമലയോട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആൻറ്റി ചേച്ചി പറഞ്ഞതല്ലേ ആൻറ്റിയുടെ അടുത്ത് അച്ഛനിവിടെ ഇല്ല, അച്ഛൻ ഹോസ്പിറ്റലാണെന്ന്. അതെന്താ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകില്ലേ? ആൻറ്റി അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അല്ലാതെ അച്ഛൻ അമ്മയെ കാണാൻ പോയതല്ല. അയ്യോ അതെന്ത് പറ്റി? അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കാലത്ത് ഇവിടെ വളരെ സംഭവബഹുലമായ കഥകളല്ലേ നടന്നത്, അത് കണ്ട് അച്ഛന് സഹിക്കാൻ പറ്റാതെ വയ്യാണ്ടായതാ. അയ്യോ അപ്പം അതൊക്കെ സത്യമായിരുന്നു അല്ലേ? അതെ അതെ, എല്ലാം സത്യം തന്നെയാണ്. ആൻറ്റി അറിഞ്ഞില്ലേ അപ്പം എല്ലാം? അറിഞ്ഞ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജീപ്പിൽ ഹരിയേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ഹരിയേട്ടനും വേറെ 2 പേരും കൂടി ഉള്ള ജീപ്പ് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഹരിയേട്ടനെയൊക്കെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? അപ്പോഴേക്കും കമല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ കമല കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവനെ ഏതോ അവരുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നുണ്ടായത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല, ഇവിടെ ശിവേട്ടനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ബാലചന്ദ്രനെ വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറയാണ്. ഇതേ സമയം അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മനു വല്ലാത്ത ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്ന അലീന നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ മനുവേട്ടൻ ഇതെല്ലാം കേട്ടിട്ട് വിചാരിച്ചത്? അച്ഛൻ ICUയിലാണ്, അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായി, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, സീരിയസ് ആയിട്ടൊന്നുമില്ല, അച്ഛന് പെട്ടെന്ന് ഷോക്ക് കേട്ടതിൻ്റെ ബുദ്ധിമുട്ടായതാണ്, എനിക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല മനുവേട്ട, മനുവേട്ടനൊന്ന് പെട്ടെന്ന് ഇവിടെ വരെ വരണം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ധൈര്യം കൈവിടാതെ അവരെ കൂടെ തന്നെ നീ ഉണ്ടായിരിക്കണം, നീ എന്തായാലും ഗോവർദ്ധൻ അങ്കിളിനെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത് നന്നായി, അങ്കിളിന് ഏറ്റവും വലിയ ആശ്വാസമാണ് ഗോവർദ്ധൻ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഗോവർദ്ധൻ ഹോസ്പിറ്റലിലെത്തി ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ആ സമയത്ത് അലീന ഗോവർദ്ധനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഷോപ്പുകളൊന്നും തുറക്കണ്ട അങ്കിളെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നാണ് അലീന പറഞ്ഞത്. അപ്പോൾ അലീന പറഞ്ഞ വാക്കിന് വില കൊടുത്തുകൊണ്ട് തന്നെ ഗോവർദ്ധൻ ഷോപ്പ് തുറക്കാതെ തന്നെയാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അവൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഷോപ്പ് അടച്ചിടേണ്ട ആവശ്യമുണ്ടോ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല, നാട്ടുകാരറിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തായിരുന്നു. ബാലചന്ദ്രൻ അപ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, അലീന പറയുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഗോവർദ്ധ, അവൾ വെറുതെ ഒന്നും ഒരു കാര്യവും പറയില്ല എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതെനിക്കറിയാട്ടാ, അവൾ നല്ല കാര്യഗൗരവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് എനിക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഗോവർദ്ധൻ പിന്നെ നമ്മുടെ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. SI പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ജാമ്യം കിട്ടാനൊന്നും വകുപ്പില്ല, നേരെ റിമാൻഡിലേക്കായിരിക്കും പോകുക, എന്നാലും നീ ഒന്ന് നമ്മുടെ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കട്ടാ എന്ന് പറയുകയാണ്. എന്നാൽ അലീന പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വന്നെത്തി. നമ്മുടെ സിറ്റിയിലാകെ പരന്നിരിക്കുകയാണ്. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ്റെ മകൻ രോഹിത് ബാലചന്ദ്രനും അടക്കമാണ് ആ പെൺകുട്ടിയെ നശിപ്പിച്ച ആ 4 അംഗ സംഘത്തിലെ ഒരാൾ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നെടുമ്പുരയ്ക്കൽ ജ്വല്ലറീസും നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസിനൊക്കെ ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ആൾക്കാർ തടിച്ചുകൂടി കല്ലേറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം പോലീസുകാർ വന്നാണ് അതെല്ലാം തടഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞ ഗോവർദ്ധൻ
ഉടനെ തന്നെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ വന്ന് കയറുമ്പോൾ കൃഷ്ണമോൾ ഓടി വന്ന് അങ്കിളിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്കിളെ എന്തായി, അച്ഛനെ കണ്ടിരുന്നോ, അച്ഛൻ ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. അച്ഛനൊരു കുഴപ്പമില്ല മോളെ, അച്ഛൻ ഓക്കെയാണ്. പെട്ടെന്ന് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്കിള് രോഹിത്തേട്ടനെ കണ്ടിരുന്നോ, രോഹിത്തേട്ടന് വിവരം വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പറയാം, നീ അലീനയെ കൂടി ഒന്ന് വിളിച്ചേ, അവൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി മുകളിലത്തെ റൂമിൽ എവിടെയോ ഉണ്ട് അങ്കിളെ, ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരൊരുമിച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അലീന രോഹിത്തിൻ്റെ റൂമെല്ലാം പരിശോധിക്കുകയായിരുന്നു. അവിടെ എത്തിയ ഗോവർദ്ധൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അങ്കിളെ എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നി, അതുകൊണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. ഇനി വല്ല പോലീസ് ചെക്കിങ്ങിന് വരുമ്പോൾ അവരെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിലും വലിയ ബുദ്ധിമുട്ടായി മാറിയാലോ എന്ന് പേടിച്ചിട്ടാണ്. നിനക്ക് എന്താ അപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അല്ല അങ്കിളെ, അവൻ്റെ കൂട്ടുകെട്ട ഹരിയുമായിട്ടാണല്ലോ, അവൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു ദുശീലങ്ങളും ഇല്ല, അപ്പോൾ അതുകൊണ്ട് പരിശോധിച്ചതാ എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ ഇവിടെ റൂമിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കയ്യിലുള്ളൊരു കവറ് അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് അതെല്ലാം പറയാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോൾ അലീനയ്ക്ക് അത് പറയാനൊരു മടിയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ അത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ നിന്നും അശ്ലീലമായിട്ടുള്ള സ്റ്റോറി ബുക്കും അതിൻ്റേതായിട്ടുള്ള വീഡിയോസും ഒക്കെ ഉള്ളൊരു CD ഒക്കെ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോട് അലീന പറയാണ്, അങ്കിൾ ഇതെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കണം, ഇതൊക്കെ ഇവിടെ വെച്ചാൽ വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നി എന്ന് പറയുകയാണ്. അലീന അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അങ്കിളെ, അങ്കിൾ പോയിരുന്നോ, അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല മോളെ, വക്കീൽ എല്ലാ പാടും പെട്ടു നോക്കി ജാമ്യത്തിൽ ഇറക്കാൻ. ഇപ്പം നാളെ എങ്ങാനും കോടതിയിൽ ഹാജരാക്കുള്ളൂ, നമ്മളൊന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല, വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. സിറ്റിയിലൊക്കെ ഇതറിഞ്ഞ് ആകപ്പാടെ പ്രശ്നമായി, നമ്മുടെ ഷോപ്പിനൊക്കെ നേരെ കല്ലേറൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അവരെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനിയൊരു ജാമ്യാപേക്ഷ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി അങ്കിളെ? അതന്വേഷിച്ചപ്പോൾ വളരെ മോശം സിറ്റുവേഷൻ തന്നെയാണ്. 4 പേര് കൂടി വല്ലാത്ത രീതിയിൽ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അന്വേഷിക്കാം മോളെ, ടെൻഷൻ ആവണ്ട. അലീന ഒരു നിമിഷം അന്ന് നടന്ന അലീനയ്ക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരിശങ്കർ വന്നതും ജ്യൂസിൽ അവൾക്ക് നേരെ മയക്കുമരുന്ന് കലർത്തിയതും അവൾക്കും അന്ന് ഇതേപോലെയൊക്കെ അല്ലേ സംഭവിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേപോലെ തന്നെ ആയിരിക്കും അവർ ഈ കുട്ടിയോടും ചെയ്തിട്ടുണ്ടാവുക. അത് അന്ന് തൻ്റെ നേരെ വന്നത് ഇവർ 2 ആളാണെങ്കിൽ ആ കുട്ടിക്ക് നേരെ ഇവർ 4 ആളായിരുന്നു. അവൾക്കൊരു തരത്തിലും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗോവർദ്ധൻ വിളിച്ചിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോളെ നീയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ, ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടല്ലോ. എന്നാൽ ശരി മക്കളെ, ഞാൻ പോട്ടെ, ഞാൻ നേരെ ഇനി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അച്ഛൻ ഓക്കെ ആണെങ്കിൽ അച്ഛനെ ഞാൻ വിളിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് തരാട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞ് നടക്കാൻ നേരത്ത് അലീന ബാക്കിൽ നിന്ന് വിളിക്കുകയാണ്, അങ്കിളെ ഒരു നിമിഷം നിന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ, എന്താ മോളെ? അല്ല അങ്കിളെ, അച്ഛനോട് ഇതൊന്നും പറയണ്ട കേട്ടോ, അച്ഛനോട് അവന് കാണാൻ പറ്റിയില്ല, ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ വിവരങ്ങളൊന്നും പറയണ്ട. നമ്മൾ പറയുന്നത് ഓരോ ഊഹാപോഹങ്ങളാണല്ലോ, അല്ലാതെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മളും അറിഞ്ഞിട്ടില്ലല്ലോ അങ്കിളെ. അലീന അത് പറഞ്ഞപ്പോൾ ഗോവർദ്ധൻ തലയാട്ടി സമ്മതിക്കുകയാണ്, ഇല്ല മോളെ, ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല, അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് വന്നോട്ടെ, നമുക്കെല്ലാ കാര്യങ്ങളും സമാധാനം പറഞ്ഞ് മനസ്സിലാക്കാം, നാളെയോ മറ്റന്നാളോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തെ കാത്ത് ബബിത നിൽക്കുന്നുണ്ടായിരുന്നു. ബബിത കണ്ടപാടെ ഗോവർദ്ധൻ്റെ അടുത്ത് തട്ടിക്കയറാണ്. അതെന്താ അങ്കിളെ, മോളിൽ പോയി അവളോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്കിൾ അങ്ങോട്ട് പോകുന്നത്? രോഹിത്തും അച്ഛനൊക്കെ ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ ആങ്ങളെയുമാണ്, ഇതെല്ലാം അറിയേണ്ട ഉത്തരവാദിത്വം കൂടുതലും ഞങ്ങൾക്കാണ്, അല്ലാതെ അവൾക്ക് മാത്രമല്ല.
അല്ലെങ്കിലേ ഈ വരുന്നവരും പോണവരും എല്ലാവരും അവളോടാണല്ലോ കാര്യങ്ങൾ തിരക്കുന്നതും പറയുന്നതൊക്കെ. അങ്കിളും അവളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ വീണുപോയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. അപ്പോൾ ഗോവർദ്ധൻ വളരെ ദേഷ്യത്തോടു കൂടി അവളോട് പറയാണ്, താഴ്ത്ത് നിക്കടി പെണ്ണെ ഒന്ന്. അച്ഛൻ ഹോസ്പിറ്റലിൽ, ആങ്ങള ബലാത്സംഗ കുറ്റത്തിന് ജയിലിൽ, അമ്മ കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ, എന്നിട്ടും അവളുടെ സാമർത്ഥ്യത്തിന് മാത്രം ഒരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ പുറത്തേക്ക് പോവുകയാണ്. അടി കിട്ടിയ പോലെ ആയിട്ടോ ബബിതയ്ക്ക് ഗോവർദ്ധൻ്റെ നാവിൽ നിന്നും ഇത്രയൊക്കെ കേൾക്കുമെന്ന് ബബിത സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബബിത അലീന സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ബബിത തിരിഞ്ഞ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബബിതയെ വിളിക്കുന്നുണ്ട് അലീന. ബബിതേ, ഒന്നവിടെ നിന്നേ. നിനക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചോളൂ. അതേടി, എൻ്റെ അച്ഛൻ്റെയും ആങ്ങളുടെയും വിശേഷങ്ങൾ അറിയാൻ ഞാൻ എൻ്റെ വീട്ടിലെ വേലക്കാരിയോട് തന്നെ ചോദിച്ചറിയാം. ഒരന്വേഷണക്കാരി വന്നിരിക്കുന്നു. പത്ര റിപ്പോർട്ടറല്ലേ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ച് നടക്കാൻ. ഒന്ന് പോടി എന്ന് പറഞ്ഞ് ബബിത അവളെ ദേഷ്യപ്പെട്ട് ബബിതയുടെ റൂമിലേക്ക് പോവുകയാണ്. അലീന തൻ്റെ ജോലികൾ തീർക്കാൻ എന്ന രീതിയിൽ കിച്ചണിലേക്ക് നടക്കുന്ന സമയത്തായിരുന്നു പുറത്ത് ഒരു ഹോൺ കേട്ടത്. കൃഷ്ണമോളാണ് അത് കേട്ടത്. കൃഷ്ണമോൾ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും ഒരു പോലീസ് ജീപ്പായിരുന്നു. കൃഷ്ണമോൾ ആകെ പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ വേഗം തന്നെ വന്നിട്ട് അലീനയോട് പറയുകയാണ്, ചേച്ചി ദേ വീണ്ടും പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു. അയ്യോ ഇല്ലടാ, നീ പേടിക്കാതിരിക്കേ. അതെന്തെങ്കിലും ഞാൻ ഊഹിച്ച പോലെ തന്നെ എന്തെങ്കിലും അവൻ്റെ റൂം ചെക്ക് ചെയ്യാൻ എന്തിനെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അലീന പുറത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു രമേശ് നമ്പ്യാർ. അദ്ദേഹം വന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ അലീന? അതെ സാർ. നീയൊന്ന് ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീപ്പിൽ നിന്ന് വനിതാ പോലീസും കൂടി പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് രോഹിത്തിൻ്റെ റൂമൊന്ന് പരിശോധിക്കണമല്ലോ. അതിനെന്താ സാർ, വന്നോളൂ എന്ന് പറഞ്ഞ് അലീന രമേശ് നമ്പ്യാരെയും കൂട്ടി അവൻ്റെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. അവർ റൂമിൽ കയറി എല്ലാം ഇങ്ങനെ അഴിച്ച് പറിച്ച് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ താഴെ വന്നിട്ട് അലീനയോട് പറയുകയാണ്, വരൂ നമുക്കൊന്ന് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, മോളൊന്ന് നമ്മുടെ ഗോവർദ്ധൻ അങ്കിളിനെ വിളിച്ച് പറയണം, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് എന്നെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊന്ന് വിളിച്ച് പറഞ്ഞേക്കിട്ടോ എന്ന് പറയുമ്പോൾ SI അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിൻ്റെ വിവരണത്തിനൊന്നും കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല, വന്ന് ജീപ്പിൽ കയറിടി എന്ന് പറയാണ്. അപ്പോൾ ജീപ്പിൽ അലീനയെ കയറ്റി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ജീപ്പ് പായുകയാണ്. ജീപ്പ് ചെന്ന് നേരെ നിന്നത് പോലീസ് സ്റ്റേഷൻ്റെ കാർ പോർച്ചിലേക്കായിരുന്നു. ജീപ്പിൽ നിന്നും അലീനയും SIയും കോൺസ്റ്റബിൾമാരും കൂടി പുറത്തിറങ്ങി. ഉടനെ തന്നെ പത്രപ്രവർത്തകർ ഓടി വന്നെങ്കിലും പോലീസുകാരും കോൺസ്റ്റബിൾസും കൂടി അവരെ തടഞ്ഞു മാറ്റി. അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു ഭയം തോന്നി. തനിച്ചാണ്, തനിക്ക് കൂട്ടിനാരുമില്ല. അലീന ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. മമ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് എന്തിനും ധൈര്യം തരണേ, എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. തനിതുവരെയും കയറിയിട്ടില്ലാത്ത പോലീസ് സ്റ്റേഷൻ പോലും തനിക്ക് കയറേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അലീനയും വനിതാ SIയും രമേശ് നമ്പ്യാരും കൂടി അദ്ദേഹത്തിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. റൂമിലെത്തിയ അലീനയോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അലീന വീണ്ടും ചോദിച്ചു, എന്തിനാ സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അലീനയോട് രമേശ് നമ്പ്യാർ ചോദിക്കുകയാണ്, നീ അവിടുത്തെ സർവൻ്റ് അല്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ സാർ. നീ എത്ര നാളായി അവിടെ സെർവൻ്റായി ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ കുറച്ച് മാസങ്ങളായി. അവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സായിട്ട് വന്നതാണ്. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ സെർവൻ്റായിട്ട് ജോലിയിൽ തുടരുകയാണ് ഉണ്ടായത്. ശരി, എൻ്റെ അടുത്ത ചോദ്യത്തിന് നീ ശരിയായ ഉത്തരം തന്നെ എന്നോട് പറയണം. നിന്നെ അവിടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അലീന ആ ചോദ്യത്തിൽ പെട്ടെന്നൊന്ന് പതറിയെങ്കിലും ഇല്ലെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഉറപ്പാണോ അലീനെ? അതെ സാർ, എന്നെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ബാലചന്ദ്രനോ? ഇല്ല സാർ, ഇല്ല. എനിക്ക് എന്നെ
എൻ്റെ അച്ഛനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ശരി, വേറെ ആരെങ്കിലും? ഇല്ല സാർ, ഇല്ല. ഉറപ്പാണോ? അതെ സാർ, ഇല്ല, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ശരി, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അലീനയെ അപ്പുറത്തൊരു റൂമിലേക്ക് കൊണ്ടുപോയി ചെന്നിരിക്കുകയാണ്. അപ്പോൾ അലീന അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് രോഹിത്തിനെയും ഹരിയെയും മാത്രമായിരുന്നു കേട്ടോ. രണ്ടാൾക്കും നന്നായിട്ട് തല്ല് കിട്ടിയിട്ടുണ്ടെന്ന് അവരുടെ മുഖത്ത് നിന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലായി. മുഖമൊക്കെ വിങ്ങി വല്ലാതെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അലീനയോട് ചോദിച്ചു, ഇവരെ രണ്ടാളെ അറിയാലോ നിനക്ക്? അറിയാം സാർ. അപ്പോൾ അലീനയ്ക്ക് ഹരിയെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിക്കട്ടെ, നീ അതൊക്കെ ഒന്ന് കേട്ട് നിൽക്ക് എന്ന് പറയാണ്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന പെൺകുട്ടിയെ നിങ്ങളറിയോ? അപ്പോൾ ഹരിയും രോഹിത്തും ഉണ്ടെന്ന് തലയാട്ടി. അപ്പോൾ എങ്ങനെ അറിയാം? അപ്പോൾ ഹരി പറഞ്ഞു, ഇവൻ്റെ വീട്ടിലെ സെർവൻ്റാണ്, ഞങ്ങളുടെ മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ് എന്ന് പറയാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ പെൺകുട്ടിയെ ചെയ്തത്? അപ്പോൾ ഹരിക്കും രോഹിത്തിനും ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അലീന ഒന്ന് ഞെട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഇവരോട് എല്ലാം പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് അലീനയ്ക്ക് അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും അലീനയ്ക്ക് എല്ലാം മനസ്സിലായി. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നിന്നോടൊക്കെയാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന മേശയിൽ അദ്ദേഹം കൈ ഉയർത്തി തല്ലാണ്. ആ ശബ്ദം കേട്ട് രോഹിത് പതുക്കെ പറയാണ്, ഞങ്ങൾ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അത് നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി ബോധം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് രോഹിത് ഒന്നും പറയാൻ കഴിയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം, നിന്നോടൊക്കെ പറയാനാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴത്തേനും ഹരി പറഞ്ഞു, ജ്യൂസിൽ അല്ല, നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി അവളുടെ ബോധം നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. നല്ല തീരുമാനമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അത് പിന്നെ സാർ, അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിരുന്ന ഒരു കത്രിക എടുത്ത് അവളെ വയറ്റിൽ കുത്തി കയറ്റി എന്ന് പറഞ്ഞ് നിർത്തിയതും അദ്ദേഹം അലീനയുടെ നേരെ തിരിഞ്ഞു. ഇതാണോ നീ പറഞ്ഞത്, നിന്നെ ആരും അവിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്? നിൻ്റെ വയറ്റത്ത് കത്രിക കുത്തി കയറി നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഹോസ്പിറ്റലുകാർ തന്ന കേസിൻ്റെ പുറത്ത് നിന്നോട് ഞാൻ അന്ന് മൊഴിയെടുക്കാൻ വന്നതല്ലേ? അന്ന് നീ എന്താ പറഞ്ഞത്? നിൻ്റെ കയ്യിൽ നിന്നും കത്രിക വീണു, ആ കത്രികയുടെ മുകളിൽ നീ വീണു, എന്തൊക്കെയായിരുന്നു നിൻ്റെ കഥകൾ? കൊള്ളാം, ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ നീയെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു അല്ലേ? സാർ, അതങ്ങനെയല്ല, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയൊരു തെറ്റ്, അത് ഞാൻ ക്ഷമിച്ചതാണ്. നീ ആരടി ക്ഷമിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ നേരെ അയാൾ കൈ ഉയർത്തി വന്നു. അലീനയോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നീ എവിടെ നിന്നാണ് വരുന്നത്? സാർ, എനിക്ക് വീട്ടിൽ ആരുമില്ല, ഞാനൊരു ഓർഫനാണ്. ഇവരുടെ മുത്തച്ഛനാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടുത്തെ മുത്തശ്ശന് എന്നെ നോക്കിയിരുന്ന, അതായത് ഞാൻ നിന്നിരുന്ന ഓർഫനേജിലെ അവിടുത്തെ മമ്മിയുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കെയർ ഓഫിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്, എനിക്കല്ലാതെ വേറെ ആരുമില്ല സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, നിനക്ക് നേരെ രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ അതിന് കേസ് കൊടുക്കല്ലേ അലീനയെ ചെയ്യേണ്ടിയിരുന്നത്? എങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അലീനയെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അലീനയോട് ഒരു ചെയർ കാണിച്ചിട്ട്, നീ ഇവിടെ ഇരിക്കേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ വലിയ ദ്രോഹമാണ്. ഇവരിതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്കാണ് ഇവരുടെ പ്രവൃത്തികൾ. ഒന്നിനും ഒരു തെളിവില്ലാത്തത് കാരണമാണ് ഇവരെ ഇതുവരെ പിടിക്കപ്പെടാതിരുന്നത്. നിൻ്റെ കേസും കൂടി ആയാൽ ഇവർക്കെതിരെ വളരെ ഒരു വലിയ സ്ട്രോങ് ആവും. പിന്നെ നീയൊന്ന്, അവർ തന്നെയാണ് നിൻ്റെ വയറ്റിൽ അന്ന് കത്തി കുത്തി കയറ്റിയത്. നിന്നെ വീണ്ടും നീ കേസ് കൊടുത്താൽ അവർ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് കേസ് കൊടുക്കാതിരുന്നത് എന്നുകൂടി നീ ഒന്ന് എഴുതി തന്നാൽ അവർക്കെതിരെ അവർ ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ ഞാൻ അവരെ പൂട്ടിക്കോളാം എന്നൊക്കെ ഇദ്ദേഹം പറയുകയാണ്. ഇല്ല സാർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അത് അദ്ദേഹത്തിനോട്,
എൻ്റെ വീട്ടിലുള്ള അച്ഛനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും അത്. അച്ഛനോ? വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് വിളിക്കുന്നതാണോ സാറിനെ അച്ഛൻ? അച്ഛൻ എന്നെ മകളെപ്പോലെ കരുതി എന്നോട് അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടാണ് സാർ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അച്ഛനായി എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരെൻ്റെ സഹോദരങ്ങളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ സാർ വെറുതെ വിടണം. എനിക്കിതിൽ കേസൊന്നുമില്ല. ഇതുകൂടി കേൾക്കുമ്പോൾ രമേശ് നമ്പ്യാർക്ക് ദേഷ്യം വന്നിട്ട് അവൾക്ക് നേരെ വീണ്ടും ചാടുകയാണ് കേട്ടോ. അവളോട് പറയുന്നുണ്ട്, നീ ഇപ്പം കേസില്ല എന്ന് പറയൂടി, നിനക്ക് നാളെ നീ ഇതുപോലൊരു കേസുമായിട്ട് നീ എൻ്റെ മുമ്പിൽ വരും. അന്ന് നിനക്ക് വേണ്ടി കേസ് എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങനെ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുന്ന നീയൊക്കെ ഒരു കാലത്ത് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അന്ന് നീ എൻ്റെ അരികത്ത് തന്നെ വരും. അതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വനിതാ എസ് ഐയെ അലറിക്കൊണ്ട് വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇവളെ ഇറക്കി വിട് ഇവിടെ നിന്ന്. ഇനി മേലാക്കം എന്തെങ്കിലും കേസ് പറഞ്ഞ് ഇവിടെ വരേണ്ട ഒരവസ്ഥ വന്നാൽ ഇവളുടെ കേസ് ഇവിടെ എടുക്കണോ വേണ്ടയോ എന്ന് എന്നോട് കൂടി ആലോചിച്ചിട്ട് വേണം ഇവിടെ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. അലീന വളരെ വിഷമത്തോടു കൂടി ആ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ് കേട്ടോ.